ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഞ്ജു ഈ മത്സരത്തിൽ നിന്നും പിന്മാറുകയാണ് കേട്ടോ. മഞ്ജു പറയണേ എന്നെക്കൊണ്ടൊന്നും കഴിയില്ല, എനിക്ക് ഡാൻസ് ചെയ്യാനൊന്നും പറ്റത്തില്ല എന്ന് പറയണ കേട്ടോ. അപ്പോൾ അത് കേൾക്കുന്ന മഹിമ പറയണേ, എൻ്റെ ചേച്ചിക്ക് എന്താ പറ്റാത്തത്? അങ്ങനെ തോറ്റോടാനെങ്കിൽ അത് നടക്കില്ല ചേച്ചി, തോറ്റോടാൻ പറ്റത്തില്ല. അവരുടെ മുന്നിൽ ജയിച്ച് കാണിക്കുക തന്നെ വേണം. അവരെന്ത് പറഞ്ഞാലും ഈ പറയുന്ന നന്ദിനിക്കാണ് നന്നായി ഡാൻസ് കളിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് അതൊക്കെ നുണയാണ്. ഗിരിയേട്ടന് ഡാൻസ് കളിക്കാൻ അറിയോ? ഓ, ഞാനൊക്കെ കുറച്ച് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പഠിക്കാവുന്നതൊക്കെ ഉള്ളൂ. എന്നാൽ എൻ്റെ ചേച്ചി നല്ലൊരു ഡാൻസറാണ്. അത് കേൾക്കുന്ന മഞ്ജു ഗിരിയേട്ടനെ നോക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ചേച്ചിക്ക് നന്നായി ഡാൻസ് കളിക്കാൻ അറിയും. ഈ പറയുന്ന നന്ദിനിയൊക്കെ എന്തെന്ന് പറയുക, അവിടെ ഇവിടെയൊക്കെ കൊച്ചിച്ചാടി നടന്നിരുന്ന ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ചവളാണ്. അവൾക്ക് ഡാൻസും കാര്യങ്ങളും ഒന്നും അറിയില്ല. അത് ഈ നാട്ടിൻപുറത്ത് ജനിച്ച അവൾ എന്നൊക്കെ പറയുന്നു കേട്ടോ. അപ്പോൾ മഹിമ പറയണേ, ചേച്ചി വിചാരിച്ചാൽ എന്തായാലും ഡാൻസ് കളിക്കാൻ നന്നായി അറിയാം. അതുകൊണ്ട് എൻ്റെ ചേച്ചി ഞാൻ പറയുന്നത് പോലെ ഡാൻസ് അങ്ങ് കളിക്കും, തീർച്ചയായും ചേച്ചി അതിൽ വിജയിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഇന്ദ്രജയാണ്. ഇന്ദ്ര വിജയനെ തിരക്കി വന്നിരിക്കുകയാണ്. അപ്പോൾ വിജയാണെങ്കിൽ ബാത്റൂമിലുണ്ട് ഇന്ദ്ര ഞാൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ പറയണേ, നിങ്ങൾ എന്താ അവിടെ ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ വയ്യേ, എൻ്റെ തണ്ടലൊക്കെ പോയേ, വയറ്റിന്ന് പോയിട്ട് ഒരു വിധമായേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ഉടൻ തന്നെ നാളത്തെ പരിപാടിയിൽ എന്തായോ എന്ന ആ ഒരു ഇതിലാണ് ഞാൻ നിൽക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ വിജയ് പറയുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഇന്ദ്രജ പറയണം, അതൊന്നും നടക്കത്തില്ല, നാളെ അവൾക്ക് വയറ്റിന്ന് പോയി ആകെ ബുദ്ധിമുട്ടിൽ പോകുന്നൊരു സീനാണ് ഉണ്ടാവുന്നത്. കാരണം ഈ പറയുന്ന നന്ദിനിക്ക് ഞാൻ ഒരു ജ്യൂസിൽ പൊടി കലക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. എന്താ നീ പറഞ്ഞത്? അതെ, നന്ദിനിക്ക് ഞാൻ ജ്യൂസിൽ പൊടി കലക്കി കൊടുത്തിട്ടുണ്ട്, അതുകൊണ്ട് വയറ്റുന്നോക്കാണ് വരുന്നത് എന്ന് പറഞ്ഞ ഉടനെ, അയ്യോ ഈശ്വര, അത് ഞാനാണ് കുടിച്ചിരിക്കുന്നത്, എന്നാൽ എനിക്കടി അത് പണി കിട്ടിയിരിക്കുന്നത്. നീ നിൻ്റെ ഭർത്താവിനും ഇങ്ങനെ ഒരു പണി തന്നപ്പോഴോ? മനുഷ്യ, നിങ്ങൾ എന്തിനാണ് ഈ വേണ്ടാത്ത പണിക്ക് നിന്നത്? നിങ്ങളോട് ഞാൻ കുടിക്കാൻ പറഞ്ഞോ? നിങ്ങൾ വേണ്ടാത്ത പണിക്ക് നിന്നത് എന്തിനാ എന്നൊക്കെ ചോദിച്ചു ഭയങ്കര ഒച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു പണി എനിക്ക് വരുന്നു, ഞാനതുകൊണ്ടല്ല ആ ജ്യൂസിൽ പെട്ടുപോയതെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പറയുമ്പോഴേക്കും ബാത്റൂമിൽ ഓടുന്നു വരുന്നു അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഈ ഇന്ദ്രജ പറയണേ, എന്തായാലും നാളത്തെ പരിപാടി ഇനി എന്താവുമെന്ന്, ഈ മനുഷ്യ അത് കുടിച്ചത് കൊണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ന് വിളിക്കുമ്പോൾ, നീ ഇങ്ങനെ നിൻ്റെ ഭർത്താവ് ഈ അവശ നിലയിൽ കിടക്കുമ്പോൾ നീ എന്നോട് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുന്നതിന് പകരം നീ എന്താ ചെയ്യുന്നത്? നീ നിൻ്റെ കാര്യം നോക്കുന്നു. ഞാനിവിടുന്ന് ഇളകിക്കഴിഞ്ഞ അപ്പം പോവും എനിക്ക് വയറ്റിൽ നിന്ന് എന്ന് പറയുന്നു കേട്ടോ. അപ്പോൾ ഇന്ദ്രജയാണെങ്കിൽ ഞാൻ എന്നാൽ പുറത്ത് പോയിരിക്കുക, അതാണ് നല്ലത് എന്ന് പറഞ്ഞ് ഇന്ദ്രജ പുറത്തോട്ട് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് ഈ ഒരു അമ്പലമാണ് കാണിക്കുന്നത്. അവരുടെ ഡാൻസ് പ്രോഗ്രാം തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ ഈ ഡാൻസ് പ്രോഗ്രാം ഇങ്ങനെ കാണാനായിട്ട് ഇന്ദ്രജയും വേദയും വിജയൊക്കെ വന്നിരിക്കുകയാണ്. അപ്പോൾ നല്ല സന്തോഷത്തോടു കൂടി അവരെല്ലാവരും നോക്കി നിൽക്കുകയാണ്. അപ്പോഴാണ് മഞ്ജുവും ഈ പറയുന്ന ഗിരിയും കൂടി അടിപൊളിയായിട്ട് ഡാൻസ് ചെയ്യുന്നു കേട്ടോ. ശിവനും പാർവതിയായി നല്ല അടിപൊളി ഡാൻസ് തന്നെയാണ്. അത് കണ്ടിട്ട് ഇവരൊക്കെ പറയണം അടിപൊളിയായി കളിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് വരുന്നത് നന്ദിനിയും സൂര്യയാണ്. അവരും നന്നായി കളിക്കുന്നു. പക്ഷേ അതിനിടയ്ക്ക് കാർത്തികേയൻ അവിടെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാർത്തികേയനെ കാണുന്നതിനോട് കൂടി നന്ദിനിക്ക് പേടി വരികയാണ്. നന്ദിനിക്ക് കളിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ കാർത്തികേയനെ കാണുമ്പോൾ നന്ദിനി പെട്ടെന്ന് അവിടെ കളി നിർത്തുകയാണ്. പിന്നീട് നന്ദിനി അവിടെ നിന്ന് പോകുമ്പോൾ അത് കണ്ടിട്ട് പത്മക്ക് ഒരുപാട് സന്തോഷമാവാണ്. ഇവരുടെ കളി പാതി വഴിയിൽ നിർത്തിപ്പോയിരിക്കുകയാണ്. എന്നാൽ സൂര്യക്ക് ഇതെന്താ സംഭവം എന്നറിയുന്നില്ല. അങ്ങനെ അവിടുത്തെ ജഡ്ജസ് ഉണ്ടല്ലോ, അവർ വിലയിരുത്തുകയാണ് ഇവിടെ കളിച്ചത് മഞ്ജുവും ഈ പറയുന്ന സൂര്യയിൽ നിന്ന് നല്ല കളി ആരാണ് കളിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും പറയേണ്ടിയിരിക്കുന്നു അത് ഗിരിയും മഞ്ജുവാണെന്ന്. എന്നാൽ ഇവർക്കാണ് ഫസ്റ്റ് പ്രൈസ് എന്ന് പറയാൻ കേട്ടോ. അതോടുകൂടിയിട്ട് ഇവർ ചിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ നടന്നിരിക്കുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം നന്ദിനി ഇങ്ങനെ ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ സൂര്യ വന്നിട്ട് പറയണേ, എൻ്റെ നന്ദിനി നീ നല്ല രീതിയിൽ കളിക്കായിരുന്നു, നമ്മുടെ വേഷം നന്നായിട്ടുണ്ടായിരുന്നു, അടിപൊളി കളിയായിരുന്നു നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്നതെന്ന്. ആ സമയം ഇങ്ങനെയൊക്കെ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ ഉടൻ തന്നെ നന്ദിനി പറയണേ, എനിക്ക് കളിക്കാൻ കഴിയാത്തത് കൊണ്ടൊന്നല്ല, പിന്നീട് എനിക്ക് പേടി തോന്നി. അതെന്ത് പേടി? അതാ കാർത്തികേയൻ അവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു, എൻ്റെ കുടുംബത്തിന് നാശം വിതക്കുന്ന ഒരു സീനൊക്കെ ഓർമ്മ വന്നപ്പോൾ പിന്നീട് ഞാൻ കളി അവിടെ നിർത്തിയെന്ന് പറയാം കേട്ടോ. അപ്പോൾ സൂര്യ പറയാൻ, നീ എന്ത് പണിയാണ് ഈ കാണിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ വെച്ച് പിന്നീട് പറയുന്നത്, ദശപുഷ്പം ഇനി മൂന്നാമത്തെ ഒരു റൗണ്ടും കൂടി ഉണ്ട്, അത് കഴിഞ്ഞാൽ ഈ ഒരു മത്സരം അവസാനിക്കുകയാണ്. പിന്നീട് ഈ ഒരു മത്സരത്തിൻ്റെ അത് ലാസ്റ്റ് ആർക്കാണോ ഫസ്റ്റ് കിട്ടുന്നത് അവർക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഇവിടെ 2 ദമ്പതിമാർ മാത്രം കാട്ടിൽ പോയിട്ട് ദശപുഷ്പം പറിച്ചെടുക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദിനിയോട് സൂര്യ പറയുന്നുണ്ട്, നിനക്ക് ദശപുഷ്പമൊക്കെ പറിക്കാൻ കഴിയും, പിന്നെ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കതല്ല കാർത്തികേയനെ ഓർമ്മ, കാർത്തികേയൻ്റെ കാര്യമൊക്കെ ഞാനേറ്റവും എന്ന് പറയുന്നുണ്ട് കേട്ടോ.
എന്നാൽ ഈ സമയം പത്മയാണെങ്കിൽ എല്ലാം പോയി ഇനി നമുക്ക് ഈ മത്സരത്തിൽ ഫസ്റ്റ് കിട്ടില്ല, അത് ഉറപ്പായി. കാരണം മഞ്ജു എന്ന് പറയുന്നവൾക്ക് അതിനൊന്നും കഴിയില്ല. മഞ്ജു ഒരു പോലീസുകാരിയല്ലേ, അവൾക്ക് അവളുടേതായ രീതി അറിയുള്ളൂ. എന്നാൽ നാട്ടുപുറത്ത് ജനിച്ച നന്ദിനിക്ക് അതെല്ലാം അറിയും. ഒരു പുൽപ്പാതി പോലും പേര് പറയുന്നത് അവൾ കേട്ടിട്ടില്ലേ, അതുകൊണ്ട് തന്നെ അവൾക്ക് എല്ലാതും അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഇന്ദ്രജ് പറയണേ, എന്നാലും ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇനി എന്ത് ചെയ്യാനേ, തോറ്റ് തുന്നം പാടി എന്ന് തന്നെ പറയാമെന്ന് പറയണം കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മഞ്ജുവിനെയും ഗിരിയാണ് കേട്ടോ. അപ്പോൾ ഗിരിയോട് മഞ്ജു പറയണം, ഞാൻ തോൽക്കും നാളത്തേൽ, എനിക്ക് ഈ ദശപുഷ്പം ഇന്നേവരെ ഞാൻ കണ്ടിട്ടൊന്നുമില്ല. ഗിരിയേട്ടൻ കണ്ടിട്ടുണ്ടോ? ഞാനും കണ്ടിട്ടൊന്നുമില്ലടി, എങ്കിലും നമുക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കണം. അതെന്തിനാ പങ്കെടുക്കണം? തോൽക്കാനാ? ഞാനൊന്നും പങ്കെടുക്കുന്നില്ല, വന്നതുപോലെ തിരിച്ചു പോവാം. അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി അങ്ങനെ അങ്ങ് തിരിച്ചു പോകാനാണെങ്കിൽ അങ്ങനെ അങ്ങ് തിരിച്ചു പോയാൽ പോരെ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉടൻ തന്നെ ഗിരിയേട്ടൻ പിന്നെ എന്താ ഉദ്ദേശിക്കുന്നത്? എടി, ദശപുഷ്പത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അങ്ങ് പഠിച്ചാൽ പോരെ, അതോടുകൂടി ആ കാട്ടിൽ പോയി അതങ്ങ് പറിച്ചെടുക്കാമല്ലോ. അപ്പോൾ ഇത് പറഞ്ഞ ഉടൻ തന്നെ മഞ്ജു പറയണം, അതൊന്നും നടക്കത്തില്ല, എനിക്ക് തോന്നുന്നില്ല. എന്തായാലും എനിക്കൊരു വിഷമമുണ്ട്, ഈ ഒരു മത്സരത്തിൽ പങ്കെടുക്കാതെ ഇവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഞാനും എൻ്റെ കുട്ടിയും ഭാഗ്യമില്ലാത്തതാണെന്ന് തോന്നും, എൻ്റെ കുഞ്ഞിനാണ് ഈ തോൽവി സംഭവിച്ചിരിക്കുന്നതെന്ന് തോന്നിപ്പോവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വാക്കുകളൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ അവിടെ നിന്ന് ഓടിപ്പോകുന്നതായിട്ട് മഞ്ജു ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ മഞ്ജു പറയുന്നുണ്ട്, ആരോ അവിടെ നിന്ന് ഓടിപ്പോകുന്നു ഗിരിയേട്ടാ, നിൻ്റെ തോന്നലാണെന്ന് പറഞ്ഞ് അവിടെ നിർത്തുന്നുണ്ട് കേട്ടോ. പിന്നീട് പിറ്റേ ദിവസം രാവിലെ കാർത്തികേനെയാണ് കാണിക്കുന്നത്. കാർത്തികയുടെ അടുത്ത് സൂര്യ വന്നിരിക്കുകയാണ്. അപ്പോൾ കാർത്തിക ആരോടെ ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത്, വിചാരിച്ചതുപോലെ ഒന്നും നടക്കില്ല, എല്ലാം തുന്നം പാടാൻ പോവുകയാണ്. അവൾക്ക് ഞാൻ പ്രതികാരം ചെയ്യും, അവൾ എന്നോട് എൻ്റെ കുടുംബത്തോട് ചെയ്തതൊന്നും ഞാൻ മറന്നിട്ടില്ല, അവൾക്ക് ഞാൻ കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ കാർത്തികേയൻ പറയുന്നുണ്ട് കേട്ടോ. ആ സമയമാണ് സൂര്യ പിറകിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ആ സൂര്യയെ കാണുന്ന കാർത്തികേയൻ ഒന്ന് ഞെട്ടിപ്പോവാണ്. അപ്പോൾ സൂര്യ ഉടൻ തന്നെ, നീ നന്ദിനിയെ തോൽപ്പിക്കാമെന്ന് കരുതി ഇവിടോട്ട് വന്നാൽ ഒരിക്കലും നടക്കില്ല. അപ്പോൾ കാർത്തികേയൻ പറയാണ്, നീ ആ നന്ദിനിയെ കുടുംബത്തെ ഒരു തവണ രക്ഷിച്ചു എന്ന് കരുതി എപ്പോഴും ഇങ്ങനെ രക്ഷിക്കുന്നു എനിക്ക് തോന്നലുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയം സൂര്യ പറയുന്നത്, എനിക്ക് അങ്ങനെ ഒരു തോന്നലുമില്ല, എനിക്കങ്ങനെ തോന്നുകയും വേണ്ട. എന്നാൽ ഞാൻ നിന്നോടൊരു കാര്യം പറയുന്നു, എൻ്റെ നന്ദിനിക്ക് മുന്നിൽ നീ എന്തെങ്കിലും വെല്ലുവിളിയോടുകൂടി വരികയാണെങ്കിൽ പിന്നീട് നിന്നെ അങ്ങ് തീർക്കും, നീ ഇതോടുകൂടി അങ്ങ് തീരും എന്ന് പറയണേട്ടാ. അങ്ങനെ അവിടെ നിന്ന് സൂര്യ അങ്ങ് പോകുമ്പോൾ പത്മ എന്താ അവൻ വന്ന് പറഞ്ഞത്, എൻ്റെ കയ്യും കാലൊക്കെ തച്ചൊടിച്ച് എൻ്റെ കഥ തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവൻ പോയിരിക്കുന്നത്. എന്തായാലും പത്മ മേഡത്തിന് മകനായതുകൊണ്ട് ഞാൻ പ്രതികാരമൊന്നും ചെയ്യാൻ പോകുന്നില്ല, സൂര്യ സാറ് പറഞ്ഞതൊക്കെ ഞാനങ്ങ് മറക്കും എന്ന് പറയണേട്ടാ. അപ്പോൾ ഉടൻ തന്നെ എന്തായാലും ഞാനൊരു കാര്യം പറയാം, ഞാൻ അങ്ങോട്ടേക്ക് വന്നതിന് എൻ്റേതായ ഒരു ലക്ഷ്യമുണ്ട്. അപ്പോൾ ഉടൻ തന്നെ പത്മ ചോദിക്കുക, എന്ത് ലക്ഷ്യം? അത് പിന്നെ എനിക്കൊരു ലക്ഷ്യം, ഒറ്റൊരു ലക്ഷ്യമുള്ളൂ, അത് എൻ്റെ ഈ പറയുന്ന കുടുംബം നശിച്ച നന്ദിനി ഉണ്ടല്ലോ, അവൾ നാളെ ദശപുഷ്പം പറിക്കാൻ വേണ്ടി കാട്ടിലോട്ട് പോയാൽ അവൾ തിരികെ വരില്ല എന്ന് പറയണേട്ടോ. അതെന്താണെന്ന് ചോദിക്കുമ്പോൾ അവൾ വരില്ല, അവളുടെ കഥ ഞാൻ അവിടെ വെച്ച് തീർക്കുമെന്ന് പറയണേട്ടോ. അതോടുകൂടി ഇങ്ങനെ ഞെട്ടിപ്പോവാണ്. പിന്നീട് ഇന്ദ്രജയാണ് കാണിക്കുന്നത്. ഇന്ദ്രജ നന്ദിനിയുടെ റൂമിൽ വരികയാണ്. നന്ദിനി എന്താ കിടക്കുന്നത് എനിക്കറിയില്ല, വല്ലാത്തൊരു വയറുവേദന, എനിക്ക് കാല് നിലത്ത് വെക്കാൻ പോലും കഴിയുന്നില്ല, ഭയങ്കര വേദന തോന്നുന്നു, അതെന്താണെന്ന് ചോദിക്കുകയാണ്. എനിക്കറിയില്ല. അപ്പോൾ നാളത്തെ ദശപുഷ്പം പറിക്കല അതൊന്നും നടക്കത്തില്ല, എന്നെക്കൊണ്ട് കഴിയത്തില്ല എന്നൊക്കെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ നന്ദിനിയോട് പറയണത്, എന്താ നീ പോകണ്ട, ദശപുഷ്പം പറിക്കാൻ പോകണ്ട, എന്തായാലും അവർ ജയിച്ചോട്ടെ, നിൻ്റെ ആരോഗ്യമാണ് വലുത്, സൂര്യയോട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞോളാം എന്നൊക്കെ പറയട്ടെ. അങ്ങനെ റൂമിൽ നിന്ന് ഇന്ദ്രജ ഇറങ്ങുമ്പോൾ ഉടൻ തന്നെ മഞ്ജുവിനെയും ഗിരിയെയും കാണാണ്. നിങ്ങൾക്ക് വന്നേ അമ്മയുടെ റൂമിലോട്ട് ആ കാര്യങ്ങൾ പറയാനുണ്ടെന്ന് പറയണേ. അങ്ങനെ പത്മയുടെ അരികിലോട്ട് പോവുകയാണ്. എന്നിട്ട് ഇന്ദ്രജ ചെന്നിട്ട് ഓടിച്ചെന്ന് പറയണേ, അമ്മേ നമ്മൾ വിചാരിച്ചതുപോലെ തന്നെ കാര്യങ്ങൾ എന്നൊക്കെ നടക്കുന്നു, അവൾ ഇവിടെ നിന്നും പോവുകയാണ്, അവൾക്ക് വയറുവേദനയാത്രേ, അപ്പോൾ ഇനി അവൾ ഇവിടെ നിൽക്കുന്നില്ല എന്ന തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. ആരുടെ കാര്യമാണ് ഇനി പറയുന്നത്, നന്ദിനി പോകുന്നില്ല, അതുകൊണ്ട് തന്നെ മഞ്ജു ജയിക്കുമെന്ന് പറയട്ടെ. അപ്പോൾ മഞ്ജു ചോദിക്കുകയാണ്, ഇത് സത്യത്തിൽ നിങ്ങൾ അവളെ എന്തെങ്കിലും പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് അവൾ പോകുന്നത്? ഇല്ല, അതൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ എനിക്ക് സത്യം ഈ ഒരു ഇതിൽ പങ്കെടുത്താലും ഞാൻ ജയിക്കില്ല, ദശപുഷ്പം എന്താണെന്ന് പോലും എനിക്കറിയാത്ത ഒരാളാണ്, പിന്നെ എങ്ങനെ ഞാൻ പറിക്കാനാണെന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് പത്മയും അതുപോലെ ഇന്ദ്രജയും ഒന്ന് പതറുന്നുണ്ട്. പിന്നീട് സൂര്യ നന്ദിനിയുടെ അടുത്തോട്ട് വന്നിരിക്കുകയാണ്. എന്താടോ താനിങ്ങനെ ഇരിക്കുന്നത്? എനിക്കറിയില്ല, എനിക്ക് നാട്ടിലോട്ട് പോകണം, ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് എനിക്ക് താല്പര്യമില്ല, എനിക്ക് നിൽക്കാൻ കഴിയില്ല, അതുകൊണ്ട് എനിക്ക് പോകണം. അപ്പോൾ ഉടൻ തന്നെ സൂര്യ പറയണേ, നീ ഇങ്ങനെ തോറ്റ് ഓടരുത്, അതൊന്നും ശരിയായൊരു ഏർപ്പാടല്ല, ഞാൻ എൻ്റെ അമ്മയൊക്കെ നിന്നോടാണ് എനിക്ക് വില ഉള്ളത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ, എന്ത് തന്നെ ആയാലും ശരി, എനിക്കിതിൽ ശരി തോന്നുന്നില്ല, എനിക്ക് പോകണം, നിൻ്റെ ഇഷ്ടം എന്താണോ അതാണ് എനിക്ക് വലുത്. എന്നാൽ ഞാനൊരു കാര്യം പറയുന്നത്, ഈ ഒരു മത്സരത്തിന് നീ പങ്കെടുക്കണം, അതാണ് ശരി
ശരിക്കും വേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഡോറിൽ ആരോ തട്ടുന്നു കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഡോറ് തുറക്കുമ്പോൾ മഞ്ജുവാണ്. എന്താണെന്ന് ചോദിക്കുമ്പോൾ അതെ എനിക്ക് നന്ദിനിയുമായി ഒന്ന് സംസാരിക്കണം എന്ന് പറയാം. അതിനെന്താ സംസാരിച്ചോളൂ എന്ന് പറഞ്ഞ് സൂര്യ പുറത്ത് നിൽക്കുന്നുണ്ട്. പിന്നീട് നന്ദിനിയോട് ചോദിക്കുകയാണ്, നീ എന്താ ഈ മത്സരത്തിൽ പങ്കെടുക്കാത്തത്? എനിക്ക് ചെറിയൊരു വയറുവേദന ഉള്ളതായി അഭിനയിക്കുകയാണോ? അതെന്താ നീ അങ്ങനെ ചോദിച്ച മഞ്ജു എന്ന് ചോദിച്ച ഉടനെ നന്ദിനി പറയണം, മഞ്ജു പറയണേ നന്ദിനി ഞാനൊരു കാര്യം പറയട്ടെ. ഇന്നലെ ഞാനും എൻ്റെ ഗിരിയേട്ടനും സംസാരിക്കുന്നിടയിൽ നീ ഒളിഞ്ഞു നിന്ന് കേട്ടില്ലേ? എൻ്റെ കുഞ്ഞിന് മത്സരത്തിൽ പങ്കെടുത്തില്ലെങ്കിൽ തോറ്റുണ്ടെങ്കിൽ അത് എൻ്റെ കുഞ്ഞിന് ഒരു ഇതാണെന്നൊക്കെ നീ പറഞ്ഞല്ലോ. ഞാൻ ഗിരിയോട്ടനോട് പറഞ്ഞ് നീ കേട്ടിട്ടല്ലേ ഈ മത്സരത്തിൽ നിന്ന് പോകുന്നതെന്ന് മഞ്ജു നന്ദിനിയോട് ചോദിക്കുകയാണ് കേട്ടോ. അപ്പം നന്ദിനി പറയാണ്, ആ ശരിയാണ്, എനിക്കങ്ങനെ മത്സരത്തിൽ പങ്കെടുക്കണമെന്നില്ല, എനിക്ക് വാശിയൊന്നുമില്ല, നിൻ്റെ ഈ ആഗ്രഹം സാധിക്കട്ടെ എന്ന് പറഞ്ഞ ഉടനെ മഞ്ജു പറയണേ, എനിക്ക് എൻ്റെ ആഗ്രഹം സാധിക്കുന്നതിനേക്കാൾ വലുതാണ് നിൻ്റെ ഈ മനസ്സ്. എനിക്ക് വേണ്ടി നീ ഈ മത്സരത്തിൽ നിന്നും പിന്മാറുമ്പോൾ ഞാൻ നിൻ്റെ ഈ സ്നേഹം കണ്ടില്ലെന്ന് നടിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് നീ എനിക്കൊരു സഹോദരിയാണ്, നീ ഈ മത്സരത്തിൽ പങ്കെടുക്കണം, അതാണ് എൻ്റെ മനസ്സിൻ്റെ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് മഞ്ജു കേട്ടോ. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി ഒന്നാവുകയാണ്. ഇനി പത്മയുടെ കാര്യം വലിയ കഷ്ടത്തിൽ തന്നെ ആവുകയാണ് കേട്ടോ.